രാഘവന്റെ മുറിയിലെ നിശബ്ദതയിൽ വിക്രം തനിച്ചായിരുന്നു. സുനിലിന്റെ അവസാന ഓഡിയോ സന്ദേശം അയാളുടെ കാതുകളിൽ മുഴങ്ങി. കളിയുടെ അവസാനം, അത് നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. വിക്രമിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് അലറി. കൊലയാളിയുടെ കളിയിലെ കരുവാണോ താൻ? നീതിക്കുവേണ്ടി അയാൾ ചെയ്ത കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ തനിക്ക് കഴിയുമോ? ഈ തെളിവുകൾ പുറത്തുവിട്ടാൽ ലോകം എന്ത് ചിന്തിക്കും? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊലയാളിയുടെ രഹസ്യങ്ങൾ പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? വിക്രം തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു. നഗരം ശാന്തമായി ഉറങ്ങുന്നു. ഈ നഗരത്തിലെ ഒരു സാധാരണക്കാരനായ ഡ്രൈവർക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ 5 ധനികരായ ആളുകൾ നിയമത്തെ പണത്തിനുവേണ്ടി വളച്ചൊടിച്ചു. അയാൾക്ക് അരുണിന്റെ മുഖം ഓർമ്മ വന്നു. 20 വർഷം മുൻപ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ വേദന. വർക്കി, മേരി, അനിൽ, തോമസ്, രാഘവൻ. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് സുനിലിന്റെ ക്രൂരമായ കളിയിലാണെങ്കിലും അതിന് പിന്നിലെ കാരണം അവരുടെ തെറ്റായിരുന്നു. വിക്രം ഫോണിലെ സുനിലിന്റെ വീഡിയോ സന്ദേശം വീണ്ടും കേട്ടു. സുനിൽ ഒരു കൊലപാതകിയായിരുന്നെങ്കിലും അവന്റെ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു. അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ കടമ നീതിയെ സംരക്ഷിക്കുക എന്നതാണ്. അത് ഏതുവഴിയിലൂടെ വന്നാലും. ഒരു കൊലയാളിയുടെ കളിയിലൂടെയാണ് ഈ സത്യം വെളിപ്പെട്ടതെങ്കിൽ പോലും ആ സത്യം പുറത്തുവരണം. അല്ലെങ്കിൽ ഭാവിയിൽ ഇതേപോലെ മറ്റൊരു നീതിനിഷേധം ആവർത്തിക്കപ്പെട്ടേക്കാം. വിക്രം തന്റെ ഫോൺ പോക്കറ്റിലിട്ട് പുറത്തേക്ക് നടന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വിക്രം തന്റെ കമ്പ്യൂട്ടറിൽ സുനിലിന്റെ ഫയലുകൾ കോപ്പി ചെയ്തു. 5 കൊലപാതകങ്ങളുടെയും പിന്നിലെ രഹസ്യങ്ങൾ, 2004 കാറപ്പഴത്തെക്കുറിച്ചുള്ള രേഖകൾ, വ്യാജ സാക്ഷിമൊഴികൾ, സാമ്പത്തിക ഇടപാടുകൾ എല്ലാം വ്യക്തമായിരുന്നു. അയാൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. തന്റെ കൂടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിക്രമിന്റെ ഈ നീക്കത്തിൽ അമ്പരന്നു. വിക്രം, ഇത് അപകടകരമാണ്, ഒരാൾ പറഞ്ഞു. നമ്മുടെ വകുപ്പ് ഒരു കൊലയാളിയുടെ തെളിവുകളെ വിശ്വസിക്കുമോ? സത്യം സത്യമാണ്. അത് എവിടെ നിന്ന് വന്നാലും, വിക്രം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പത്രങ്ങൾ ആ വാർത്ത കൊണ്ടു നിറഞ്ഞു. 2004 കാറപ്പഴ കേസ്, 5 കൊലപാതകങ്ങൾക്ക് പിന്നിലെ രഹസ്യം പുറത്ത്, പ്രതികാരം ചെയ്ത മകൻ, നീതിയെ പണത്തിനുവേണ്ടി വിറ്റ അഭിഭാഷകരും വ്യാപാരികളും. വിക്രം ഒരു ധീരനായ പോലീസ് ഓഫീസറായി അറിയപ്പെട്ടു. എന്നാൽ അയാൾക്ക് ആ വിജയം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. സുനിലിന്റെ മുഖം അയാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ഒരു കൊലപാതകിയെ ഒരു ഹീറോയായി അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം മാത്രം അയാൾക്ക് ഉറപ്പായിരുന്നു. നീതിയുടെ പാതയിൽ ഒരു ജോക്കർ കാർഡിന്റെ വേഷത്തിൽ വന്ന സുനിൽ തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സത്യം വെളിപ്പെടുത്തി. ഈ കേസ് വിക്രമിന്റെ ജീവിതം മാറ്റിമറിച്ചു. നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള തന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തമായി.